വക്രതുണ്ടമഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഇതാദ്യത്തെ സെഷനാവുകൊണ്ട് നമുക്ക് കുറച്ച് ധ്യാന ശ്ലോകം പോലെ ചെല്ലാമെന്ന് വിചാരിക്കുകയാണ്. ഭഗവതിയെ 3 രൂപത്തിൽ ധ്യാനിക്കണതാണ് ധ്യാന ശ്ലോകം ഉള്ളത്. ഒന്ന് മഹാകാളിയായിട്ട്, പിന്നൊന്ന് മഹാലക്ഷ്മിയായിട്ട്, പിന്നൊന്ന് മഹാസരസ്വതിയായിട്ടാണ് 3 ശ്ലോകം. ആ ധ്യാന ശ്ലോകം ഞാൻ ചെല്ലാം. എന്നിട്ട് ഇന്ന് ദേവി മാഹാത്മ്യത്തിനെ പറ്റി പറയാം. അടുത്ത സെഷനിൽ 1-ാം അധ്യായം തുടങ്ങാം. അപ്പോൾ ധ്യാന ശ്ലോകം ചെല്ലാം. ഖൽഗം ചക്രഗദേഷു ചാപഭരിഖാൻ ശൂലം ഭുശുണ്ഠിം ശിര ശംഖം സന്ദദധിം കരൈസ്തൃണയനം സർവാംഗഭൂഷാവൃതം നീലാശ്മദ്യുതിമസ്യ പാദദശകം സേവേ മഹാകാളികം യാമസ്തൗ സ്വപിതേ ഹരൗ കമലജോ ഹന്തും മധും കൈഡഭം അക്ഷസ്രക്പരശും ഗദേഷു കുലിശം പത്മം ധനുഷ്കുണ്ഡികം ദണ്ഡം ശക്തിമസിം ച ചർമ്മ ജലജം ഖണ്ഡം സുരാഭാജനം ശൂലം പാശസുദർശനേ ച ദധതിം ഹസ്തൈ പ്രസന്നാനനം സേവേ സൈരിഭമർദിനീം ഇഹ മഹാലക്ഷ്മീം സരോജസ്ഥിതാം. ഖണ്ഡാശൂലഹലാനി ശംഖമുസലേ ചക്രം ധനുസ്സായകം ഹസ്താബ്ജൈർദധതിം ഖനാന്തവിലസച്ഛീതാംശുതുല്യപ്രഭം ഗൗരീദേഹസമുദ്ഭവം ത്രിജഗദാമാധാരഭൂതാം മഹാപൂർവാമത്ര സരസ്വതീമനുഭജേ ശുംഭാദിദൈത്യാർദിനീം. ശ്രീ ദുർഗായൈ നമഃ. ഈ മഹാത്മ്യം വളരെ പരിചയമുള്ളൊരു പുസ്തകമാണെങ്കിലും അതിലൊരുപാട് കാര്യങ്ങൾ വളരെ മഹത്വമേറിയൊരു പുസ്തകമാണ്. ദേവ്യുപാസന സർവോത്കൃഷ്ടമായിട്ടുള്ള ആ മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നൊക്കെ കൂർമ്മപുരാണത്തിലും ഒക്കെ പറയുന്നുണ്ട്, മാർക്കണ്ഡേയ പുരാണത്തിലൊക്കെ അത് പറയുന്നുണ്ട്. പിന്നെ ഇതിന് പല പേരുകളിലും നമ്മളത് അറിയും. നമ്മളൊക്കെ കേരളത്തിൽ മോസ്റ്റ്ലി ദേവി മഹാത്മ്യം എന്നുള്ള പേര് തന്നെയാണ്. പിന്നെ ദുർഗാ സപ്തശതി എന്ന് പറഞ്ഞിട്ട് അത് 700 ശ്ലോകമാണ്. അതുകൊണ്ട് ദുർഗയെ പറ്റിയിട്ടുള്ള 700 ശ്ലോകം എന്നുള്ളതിൽ, പിന്നെ ചണ്ഡി പാഠം എന്നോ ചണ്ഡി അങ്ങനെ ഒരു പേരും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടെന്നാണ് പറയണത്. പിന്നെ വളരെ 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 മാഹാത്മ്യമേറിയൊരു പുസ്തകമാണ്. വളരെ ശക്തിയുള്ളതാണ്. ഭഗവാന്റെ യോഗമായ ഭഗവാൻ എല്ലാ ഗുണങ്ങൾക്കും അതീതനായിട്ട് ബ്രഹ്മമായിട്ട് തന്നെ വർത്തിക്കുകയാണെന്നാണല്ലോ. അപ്പോൾ പിന്നെ ഗുണങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതെന്നൊക്കെ നമ്മൾ സൃഷ്ടിയിൽ കണ്ടുല്ലോ. ത്രിഗുണങ്ങൾ എന്നാണ് എല്ലാവരും ഉണ്ടായത്. ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ മായയിലത്തെ ത്രിഗുണങ്ങളിലാണെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ യോഗമായാണ് ഈ പ്രപഞ്ചം ഭഗവാന്റെ സഹായത്തോടു കൂടി സൃഷ്ടിച്ചതും നടത്തുന്നതും ഒക്കെ എന്ന് പറയാം. അതുകൊണ്ടാണ് എപ്പോഴും വ്യാവഹാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതായത് ഭൗതികമായിട്ടുള്ള എല്ലാ വിജയങ്ങൾക്കും സുഖങ്ങൾക്കും ഒക്കെ ദേവിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയും. കാരണം ഭഗവാനെ മോക്ഷത്തിനായിട്ടാണ് പ്രാർത്ഥിക്കുക എന്നൊക്കെ ഒരു പറയലുണ്ട്. എന്തായാലും പിന്നെ പലതരത്തിലും മാഹാത്മ്യത്തിനെ പറ്റി പല കഥകളുമുണ്ട്.
പിന്നെ എത്ര അത് കയ്യിൽ കൊണ്ട് നടന്നാൽ തന്നെ എത്ര ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ പിന്നെ എന്താണ് കൊച്ചി ശക്തൻ തമ്പുരാൻ ഒരിക്കൽ ഈ കല്ലൂരി നമ്പൂരിയുടെ മാന്ത്രിക വിദ്യയൊക്കെ അറിയണ ആളാണ്. അപ്പോൾ മന്ത്രവാദമൊക്കെ അറിയണ ആളാണ്. അദ്ദേഹത്തിനെ പരീക്ഷിക്കാനായിട്ട് ഒരിക്കൽ പറയുന്ന പിന്നെ എന്താണ് ഒരു അമ്പലത്തിൽ എന്താണ് തൃപ്പടിയമ്പിൽ അദ്ദേഹത്തിന് മോതിരം വെച്ചിട്ടുണ്ട്. അത് രാത്രി അർദ്ധരാത്രി പോയി കൊണ്ടുവരണം. അവിടെ നിന്ന് മനുഷ്യ സഞ്ചാരം തന്നെ ഇല്ല, അങ്ങനത്തെ സ്ഥലമാണ്. അവിടെ പോയി കൊണ്ടുവരണം എന്ന് പറയും. അപ്പോൾ എത്ര മന്ത്രവാദമൊക്കെ അറിയണ ആളാച്ചാലും കല്ലൂരി നമ്പൂതിരിക്ക് ഭയമായി. അപ്പോൾ ദൈവമഹാത്മ്യം കയ്യിലെടുത്തു. അപ്പോൾ നല്ല ശക്തി തോന്നി. അതറിയാം അദ്ദേഹത്തിന്. ദൈവമഹാത്മ്യം നല്ല ഭക്തിയോടും വിശ്വാസത്തോടും കൂടി കയ്യിലെടുത്തിട്ട് രാത്രി ഒരാൾ സഞ്ചാരവും ഒന്നുമില്ലാത്ത ആ സ്ഥലത്ത് തന്നെ പോയി ആ മോതിരെടുത്ത് കൊണ്ടുവന്നു. ഒരാപത്തും ഉണ്ടായില്ല. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ദൈവമഹാത്മ്യത്തിൻ്റെ സാധാരണ ജീവിതത്തിലത്തെ ശക്തിയൊക്കെ പറ്റി പല കഥകളും ഉണ്ട്. പിന്നെ പല കാര്യങ്ങളും പിന്നെ നമ്മൾ ദേവി കൂടെ, അതായത് ഈ ത്രിഗുണങ്ങളിൽ നിന്നാണ് സൃഷ്ടി എന്ന് പറഞ്ഞുവല്ലോ. അതായത് നമ്മൾ കണ്ടുല്ലോ പിന്നെ ഭാഗവതത്തിലെ നാരായണീയത്തിലൊക്കെ സൃഷ്ടിയിൽ പറയുന്നുണ്ടല്ലോ. ഈ സത്വഗുണത്തിൽ നിന്നാണ് ദേവന്മാരും ഈ അധിഷ്ഠാന ദേവതകളെ, എല്ലാ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും നമ്മുടെ അന്ധക്കരണം, മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം ഉണ്ടായത്. പിന്നെ രജോ ഗുണത്തിൽ നിന്നാണ് നമ്മുടെ 5 കർമ്മേന്ദ്രിയം 5 ജ്ഞാനേന്ദ്രിയം ഉണ്ടായത്. പിന്നെ തമോ ഗുണത്തിൽ നിന്നാണ് ആദ്യം ഈ പഞ്ചതന്മാത്രകളെ, ശബ്ദ, സ്പർശ, രൂപരസ, ഗന്ധവും പിന്നെ പഞ്ചഭൂതങ്ങളും ഉണ്ടായത്. അങ്ങനെ ഈ ലോകം മുഴുവൻ ഉണ്ടായത് ഈ ഗുണങ്ങളിൽ നിന്നാണ് അർത്ഥം. അപ്പോൾ അത് മുഴുവൻ മായയിലത്തെയാണ്. അപ്പോൾ ഭഗവാൻ മായയ്ക്ക് ശക്തി കൊടുക്കുമ്പോൾ പിന്നെ മായയാണ് എല്ലാം ചെയ്യണത്. യോഗമായാദേവിയാണ് ചെയ്യണതെല്ലാം. അപ്പോൾ നമുക്ക് ഈ ഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള ഭഗവാനെ പ്രാപിക്കലാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. പക്ഷെ അതിന് ഈ മായയെ തരണം ചെയ്യണം, അല്ലേ? നമ്മളൊക്കെ മായാമോഹിതരാണല്ലോ. ആ മായയെ തരണം ചെയ്താലേ മായയ്ക്ക് അതീതനായിട്ട് വർത്തിക്കുന്ന ഭഗവാനെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഭഗവാനെന്നോ ബ്രഹ്മെന്നോ പരമാത്മ ചൈതന്യെന്നോ പരമാത്മാവെന്നൊക്കെ പറയാട്ടോ. ഞാനിവിടെ ഭഗവാൻ എന്ന് പറയണു, നമ്മൾ അങ്ങനെ എടുക്കാമെന്ന് മാത്രം എളുപ്പത്തിന്. അപ്പോൾ മായയ്ക്ക് അതീതനായിട്ടുള്ള ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ നമുക്ക് മായയെ തന്നെ ആശ്രയിക്കണം. അതാണ് ഭഗവാൻ പറയണത്. മായയെ ആശ്രയിച്ച് മായയെ തരണം ചെയ്ത് എന്നിലെത്തണം എന്നാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ ശക്തി തന്നെയാണ് മായ. അപ്പോൾ ആ മായയെ നമ്മൾ ആശ്രയിക്കുമ്പോൾ മായ തന്നെ നമ്മുടെ മായയ്ക്ക് അതീതമായിട്ട് പോകാൻ നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് വളരെ പ്രധാനമാണെന്ന് പറയണം. കാരണം ഈ ഭൗതിക ലോകത്തിലത്തെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ എന്നുള്ളതും അതിനും കൂടുതൽ ഭഗവതിയുടെ സഹായത്തോടു കൂടി നമുക്ക് ഗുണാതീതനായിട്ടുള്ള ഭഗവാനെ, ഗുണങ്ങളെ നിറഞ്ഞു നിൽക്കുന്ന മായയെ മോഹിതരായിട്ടുള്ള നമ്മൾ മായയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ മായയ്ക്ക് അതീതമായി മോക്ഷത്തെ പ്രാപിക്കാൻ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഭഗവതി സേവ, ഭഗവതിയെ സേവിക്കുന്നത് വളരെ പ്രധാനമായിട്ട് പറയണത്. അതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ ഉണ്ടല്ലോ, കാക്കശ്ശേരി കാക്കശ്ശേരി ഭട്ടതിരിയോട് ചോദിച്ചു, ആപതി കിം കരണീയം, ആപത്തിൽ എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? വലിയ പണ്ഡിതനാണല്ലോ. അപ്പോൾ വേറെ കുറച്ച് പണ്ഡിതന്മാരാണ് ചോദിച്ചത് ആപതി കിം കരണീയം എന്ന്. ആപത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ? സ്മരണീയം ചരണയുഗളമമ്പായ, അതായത് അമ്മയുടെ യോഗമായ ദേവിയുടെ അല്ലെങ്കിൽ ഭഗവതിയുടെ ചരണയുഗളങ്ങളെ സ്മരിക്കുക. അമ്മയുടെ, അമ്പ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ പറയാം. അതിന് എന്താ ആപത്തിൽ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അമ്മയുടെ പാതാരവിന്ദങ്ങളെ സ്മരിക്കൂ എന്നാണ് പറഞ്ഞത്. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാന്ന്. പിന്നെ ഒന്നും കൂടിയും ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. തത്സ്മരണം കിം കുരുതേ, ആ പാദസ്മരണം കൊണ്ട് എന്താണ് ഫലം എന്നാണ് വെച്ചാൽ ബ്രഹ്മാദീനപി ച കിങ്കരീ കുരുതേ, അതായത് ബ്രഹ്മാവ് മുതലായവരെ കൂടി ഭൃത്യന്മാരാക്കി തീർക്കും എന്ന് പറഞ്ഞാൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർക്കും അതീതനായിട്ടുള്ള
ആ അതീതമായിട്ടുള്ള ആ സ്വയം പ്രകാശ സ്വരൂപനായിട്ടുള്ള ആ സുപ്രീമായിട്ടുള്ള ആ ശക്തി അല്ലെങ്കിൽ പരമാത്മാവിനെ, പരമാത്മ ചൈതന്യത്തിനെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഭഗവതി ധ്യാനിച്ചോളൂ തന്നെയാണ് അർത്ഥം. അതാണ് ബ്രഹ്മാവ് മുതലായവരെ കൂടി ഭൃത്യന്മാരാക്കി തീർക്കുന്ന ഭഗവതിയെ ഭജിച്ചാൽ. അത്ര ഭഗവതി തന്നെ സഹായിക്കും നമ്മളെ. അവർക്കൊക്കെ അതായത് എല്ലാ ഗുണങ്ങൾക്കും അതീതായി പോയിട്ട് നമുക്ക് മോക്ഷം തന്നെ പ്രാപിക്കാൻ ഭഗവതി സഹായിക്കും. അത്ര വിശേഷമാണെന്ന് പല ദിക്കിലും പറയുന്നുണ്ട്. പിന്നെ എന്താണ് കഥയായിട്ട് ഞാൻ കഥ പറയുന്നില്ല. ശരിക്കും ഇതിലെങ്ങനെയാ വെച്ചാൽ 3 ഭാഗം എന്ന് പറയാൻ വേണമെങ്കിൽ, അതായത് ആദ്യം ഈ മധുകൈടഭന്മാരെ വധിക്കലാണ്. അത് ശരിക്കും ഭഗവതി അല്ല കേട്ടോ, അത് ഭഗവാൻ തന്നെയാണ്, വിഷ്ണു ഭഗവാൻ തന്നെയാണ് വധിക്കുന്നത്. പക്ഷേ ഭഗവതി നിദ്രാരൂപത്തിൽ ഭഗവാന്റെ കണ്ണിൽ ഇരുന്ന് ഭഗവാനെ ഉണർത്തും എന്നൊക്കെയാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഭാഗത്തിൽ 3 ഭാഗമായിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഭാഗത്തിൽ മധുകൈടഭന്മാരെ ഉള്ള വധമാണ്. പിന്നെ രണ്ടാമത്തേലാണ് മഹിഷാസുരൻ, അത് ഭഗവതി തന്നെയാണ്. അതാണല്ലോ മഹിഷാസുര മർദ്ദിനി പറയണ ഭഗവതിയെ. മഹിഷാസുരൻ്റെ വധമാണ് നെക്സ്റ്റ് കഥ വരുന്നത്. പിന്നെ 3-ാമത്തെ കഥയാണ് സുംഭനും നിസുംഭനും എന്നുള്ള 2 ഈ ഇവരെ അസുരന്മാരെ വധിക്കണത്. അപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെയാണ് ഇത് തുടങ്ങണം വെച്ചാൽ, ഈ മാർക്കണ്ഡേയ മുനി ജൈമിനിയോട് പറയണതായിട്ടാണ്. മാർക്കണ്ഡേയ പുരാണത്തിലാണ് ഈ മഹാത്മ്യം, മാർക്കണ്ഡേയ പുരാണത്തിലത്തെ ഒരു ഭാഗമാണ് ഈ 700 ശ്ലോകം. അപ്പോൾ മാർക്കണ്ഡേയ മുനി ജൈമിനിയോട് പറയണതായിട്ടാണ് ഈ കഥ. അപ്പോൾ ഇതിൽ പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തണമെന്നതും കൂടി പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഈ ഇൻട്രൊഡക്ഷൻ നിർത്താം. അതായത് സുരഥൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. അദ്ദേഹം രാജ്യഭ്രഷ്ടനായി. അദ്ദേഹത്തിനെ രാജ്യഭ്രഷ്ടനാക്കി മക്കളോ ആരൊക്കെ വെച്ചാൽ. അപ്പോൾ അദ്ദേഹം കാട്ടിലേക്ക് പോയി രാജ്യഭ്രഷ്ടനായപ്പോൾ. പിന്നെ ഇതിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ സുമേധസ് എന്ന് പറഞ്ഞിട്ടു മഹർഷിയുടെ ആശ്രമം കാണും. അവിടേക്ക് പോകാമെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ പോയിട്ടൊന്നും മനസ്സിന് സമാധാനം കിട്ടില്ല. അയ്യോ കഷ്ടം, എൻ്റെ രാജ്യം നഷ്ടപ്പെട്ടുല്ലോ, ഇനി എൻ്റെ കുട്ടികളെന്ത് ചെയ്യും, പേരക്കുട്ടികളെന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി എന്താ ഉണ്ടാവുക, മകന് വേണ്ട പോലെ നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, എനിക്കിങ്ങനെ കാട്ടിൽ വന്ന് അങ്ങനെ ആകപ്പാടെ സാധാരണ നമ്മളൊക്കെ ദുഃഖിക്കണ പോലെ ഭാവിയെ പറ്റിയിട്ടും കഴിഞ്ഞു പോയതിനെ പറ്റി ദുഃഖിച്ചിട്ടും ഇനി വരാൻ പോണതിനെ പറ്റി ദുഃഖിച്ചിട്ടും സുരഥൻ എന്ന രാജാവ് അങ്ങനെ നടന്നു. ആദ്യം ആശ്രമത്തിലൊന്നും പോയിട്ട് അത്ര സമാധാനം കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ നടക്കുക കാട്ടിക്കൂടെ. അപ്പം സമാധി എന്ന് പറഞ്ഞിട്ടൊരു ആൾ, അയാൾ ഒരു വ്യാപാരി, വൈശ്യനാണ്, ഒരു വ്യാപാരിയാണ്, അയാളൊരു കച്ചവടക്കാരനാണ്. അയാളൊക്കെ എന്താ പറ്റിയ വെച്ചാൽ അയാളെ എല്ലാവരും ചതിച്ചു. മക്കളും ഭാര്യ അടക്കം ചതിച്ചു. ആരൊക്കെ ആയിട്ടാണ് വ്യാപാരം നടത്തിയെന്ന് വെച്ചാൽ അവരും ചതിച്ചു, സ്വന്തം കുടുംബവും ചതിച്ചിട്ട് അയാളും ഒരു ഭ്രഷ്ടനാക്കപ്പെട്ട പോലെ, അല്ലെങ്കിൽ ഇത്ര ദുഃഖമായി മക്കളൊക്കെ ഇതായിട്ട്. എന്തായാലും അയാളും ഇതുപോലെ ദുഃഖിച്ച് നിരാശനായിട്ട് നടക്കണ ഒരാളാണ് ഈ സമാധി. അപ്പോൾ സുരഥൻ സമാധിയെ കാണും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറയും. എന്നിട്ട് സുമേധസിൻ്റെ അടുത്തേക്ക് തന്നെ ആദ്യം പോകുമ്പോൾ സുമേധസ് അവരോട് പറയുകയാണ്, ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ, ഭഗവതിയെ സ്തുതിച്ചാൽ, ഭഗവതിയെ ഉപാസിച്ചാൽ, ഭഗവതിയെ ഭക്തിയോടും വിശ്വാസത്തോടും നിങ്ങൾ ഉപാസന ചെയ്താൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം തീർച്ചയായിട്ടും സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവതിയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഇവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് തുടങ്ങണത് കേട്ടോ, ഭഗവതിയുടെ കഥ പറഞ്ഞ്. എന്നിട്ട് പിന്നെ എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെച്ചാൽ, ഈ രാജാവ് സുരഥൻ ഭഗവതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആഗ്രഹിച്ചത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ് ആഗ്രഹം പറഞ്ഞത്, അല്ലെങ്കിൽ വരം ചോദിച്ചത് വെച്ചാൽ, എനിക്ക് രാജാവാവണം, വലിയ രാജാവാവണം തന്നെയാണ് പറഞ്ഞത്, മോക്ഷമല്ല. പക്ഷേ ഈ വ്യാപാരിയായിട്ടുള്ള സമാധി എന്താ പറഞ്ഞത്, എനിക്ക് ആത്മജ്ഞാനം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സുരഥനെ പിന്നത്തെ മന്വന്തരത്തിലത്തെ മനു ആക്കും, സാവർണി മന്വന്തരത്തിൽ മനു ആക്കും. അതാണല്ലോ മോഹം, ലോകം മുഴുവൻ ഭരിക്കാനല്ലേ മോഹം, അതാണല്ലോ ചോദിച്ചത്. അപ്പോൾ സുരഥൻ എന്നുള്ള രാജാവിനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പിന്നത്തെ മന്വന്തരത്തിൽ മനു ആക്കും.
ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് മനു ആവും. പിന്നെ ഈ സമാധി എന്നുള്ള വ്യാപാരിക്ക് ആത്മജ്ഞാനമാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ആത്മജ്ഞാനം കൊടുക്കും. അങ്ങനെ അതായത് അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞു വെച്ചാൽ നമുക്ക് സിംബോളിക്കാണ് അതൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ആധ്യാത്മികമായിട്ടുള്ള ആഗ്രഹങ്ങളും ഒക്കെ സാധിച്ചു തരാൻ ഭഗവതി ഉണ്ട്. ഇനി അതുമാത്രമല്ല, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിച്ചിട്ട് പിന്നെ നമ്മൾ അതൊക്കെ കുറച്ച് അനുഭവിച്ചിട്ട് നമുക്ക് മോക്ഷം വേണമെന്ന് പറഞ്ഞാൽ അതും ഭഗവതിക്ക് തരാൻ സാധിക്കും. അത്ര ശക്തിയുള്ളതാണ് ഭഗവതി. അമ്മയെപ്പോലെയാണ് നമുക്ക്. അങ്ങനെയുള്ള ഒരു ഇതാണ് ഇതിൽ. അപ്പോൾ നമ്മൾ ആ ദേവി മഹാത്മ്യം വളരെ 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 പോപ്പുലറാണ് കേരളത്തിൽ. നമ്മൾ ധാരാളം എല്ലാവരും വായിക്കും. ചിലർ മലയാളം വേർഷനാണ് വായിക്കുക, കിളിപ്പാട്ട്. ചിലർ മൂലം തന്നെയാണ് വായിക്കുക. പക്ഷെ മൂലം വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ ശ്ലോകങ്ങളാണ്. വലിയ ഭയങ്കരമായിട്ടുള്ള വാക്കുകളുള്ള കഠിന സംസ്കൃതമൊന്നും അല്ല, വളരെ എളുപ്പമുള്ളതാണ്. പിന്നെ നമുക്കറിയണ പല ശ്ലോകങ്ങളും ഈ ദേവി മഹാത്മ്യത്തിൽ നിന്ന് എടുത്തതാണേ. നമുക്ക് അത് വായിക്കണവരറിയില്ല. സർവമംഗളമംഗല്യം എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും അറിയണ ശ്ലോകമൊക്കെ ദേവി മഹാത്മ്യം 11-ാം അധ്യായത്തിലത്തെയാണ്. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ മധുകൈടഭന്മാരെ വധിക്കലാണ് കേട്ടോ. പിന്നെ 2-ലും 3-ലാണ് മഹിഷാസുര മർദ്ദനം. പിന്നെ 4-ാമത്തെ അധ്യായത്തിൽ ദേവന്മാരുടെ സ്തുതിയാണ്. ദേവന്മാരെ ഉപദ്രവിക്കുകയാണ് ഈ അസുരന്മാരെ. അപ്പോഴാണ് ഈ ഭഗവതി എല്ലാം അവതരിക്കുകയൊക്കെ ചെയ്തിട്ട് ഒക്കെ ചെയ്യണം ദേവന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തിലും മധുകൈടഭന്മാരെ വധിക്കുന്നതാണ് ആദ്യത്തെ അധ്യായത്തിൽ. 2-ലും 3-ലും മഹിഷാസുരൻ്റെ കഥയാണ്. മഹിഷാസുരനെ വധിച്ചു കഴിഞ്ഞിട്ടുള്ള സ്തുതിയാണ് 4-ാം അധ്യായത്തിൽ. പിന്നെ 5, 6, 7, 8, 9, 10 ഒക്കെ ശുംഭനിശുംഭന്മാരുടെ കഥയാണ്. അവരെ കൊല്ലൽ വരെ 10-ാം അധ്യായത്തിൽ അത് കൊല്ലും. അതാണ്. പിന്നെ 11 മുഴുവനെ വളരെ വിശേഷപ്പെട്ട നമുക്കൊക്കെ വളരെ ഫെമിലിയറായിട്ടുള്ള അനവധി ശ്ലോകങ്ങളുള്ള സ്തുതിയാണ് 11-ാം അധ്യായം. പിന്നെ 12-ഉം 13-ഉം ഈ പിന്നെ ഫലശ്രുതിയും എങ്ങനെ ദേവിമഹാത്മ്യം വായിക്കാം എന്നുള്ള പഠനക്രമം എന്നോ എന്താ വെച്ചാൽ അത് പറയാം. അതാണ് ഈ 12-ഉം 13-ഉം. അങ്ങനെ 13 അധ്യായമാണ് ദേവിമഹാത്മ്യത്തിലുള്ളത്. പലരും ആഴ്ചമുറയായിട്ട് വായിക്കും. അതായത് ഞായറാഴ്ച 1, ഞായറാഴ്ച 2, തിങ്കളാഴ്ച 1, ബുധനാഴ്ച 4, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ കഴിയും 13 അധ്യായം. അങ്ങനെ 3 ദിവസമായിട്ട് വായിക്കണവരും ഉണ്ട്. ചെറിയ ശ്ലോകമാണ്, 700 ശ്ലോകം ഉണ്ടെങ്കിലും. അപ്പോൾ അങ്ങനെ പലതരത്തിലും ഈ മഹാത്മ്യം ആഴ്ചമുറയായിട്ടോ പിന്നെ 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് കഴിയണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഓരോ അധ്യായം 13 ദിവസം കൊണ്ടോ എങ്ങനെ വേണമെങ്കിൽ വായിക്കണവർ പലതും ഉണ്ട്. പക്ഷേ പലതരത്തിൽ ആൾക്കാരത് ചെയ്യും. പിന്നെ ചിലർ സ്തുതികൾ മാത്രം. കാരണം കുറേ യുദ്ധം കൊല്ലലൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ശരിക്കും പറയാ വെച്ചാൽ സിംബോളിക്കാണ്. നമ്മുടെ മനസ്സിൻ്റെ ശത്രുക്കളെ ആണ് ഈ അസുരന്മാരൊക്കെ. നമ്മുടെ ആസുരി സ്വഭാവങ്ങളാണ് ശരിക്കും ഈ അസുരന്മാരെ. അപ്പം അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള തലത്തിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാം വളരെ ശരിയാണ്. എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ശത്രുക്കളാണ് ഈ നെഗറ്റീവായിട്ടുള്ള എല്ലാതും. അതിനെ കൊല്ലണതാണ്, അതിനെ നശിപ്പിക്കുകയാണ് ഭഗവതിയെ. അപ്പോൾ അതുകൊണ്ടാണ്, അതും കൂടിയും പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞില്ലേ, ധ്യാന ശ്ലോകത്തിലെ മഹാകാളിയെ പറ്റിയിട്ടാണെന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ ആദ്യം എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഭഗവതി ആദ്യം സ്മരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഭഗവതി ഉഗ്രരൂപത്തിൽ വന്നിട്ട് നമ്മുടെ മനസ്സിൻ്റെ ശത്രുക്കളെ കാമക്രോധ ലോഭ മത മോഹ മാത്സര്യമാകുന്ന എല്ലാ ശത്രുക്കളെയും അരിഞ്ഞു വീഴ്ത്തും മഹാകാളിയായിട്ട് വന്നിട്ട് എല്ലാറ്റിനെയും മാറ്റുന്ന. അതായത് ആദ്യം നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ട് വേണമല്ലോ. അപ്പോൾ ആ മനസ്സ് ശുദ്ധാക്കാൻ വേണ്ടി മഹാകാളി രൂപത്തിൽ, അതായത് ഉഗ്രരൂപത്തിൽ വന്നിട്ട് നമ്മുടെ മനസ്സിൻ്റെ ശത്രുക്കളൊക്കെ നീക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മഹാലക്ഷ്മിയാണ് ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ. പിന്നെ മഹാലക്ഷ്മി എന്താ ചെയ്യണേ, അങ്ങനെ ശത്രുക്കളിൽ പിന്നെ എല്ലാം ഒഴിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മനസ്സിൽ പിന്നെ എന്താ പറയുക ദൈവീക ഗുണങ്ങളും ഐശ്വര്യവും നിറയ്ക്കും. ആര്? മഹാലക്ഷ്മി. നല്ല പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളും ഐശ്വര്യവും
ഐശ്വര്യം പറഞ്ഞാൽ സ്വത്ത് സമ്പത്ത് വെൽത്ത് എന്നല്ല വിചാരിക്കണം. ആ ഒരു എന്താ പറയുക, ഏറ്റവും നല്ല ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ആ ഐശ്വര്യം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നു പറഞ്ഞാൽ എന്താ, മനസ്സിനെ പരിശുദ്ധാക്കും മഹാലക്ഷ്മി. മഹാകാളി എല്ലാ ചീത്തത്തങ്ങളെയും കളഞ്ഞുല്ലോ, തുടച്ച് നീക്കി. എന്നിട്ട് പിന്നെ അതിൽ നിറയ്ക്കുകയാണ് എന്ത്, നല്ല ഗുണങ്ങൾ. എന്നിട്ട് അങ്ങനെ പരിശുദ്ധാക്കും. പിന്നെ മൂന്നാമത്തെ ധ്യാന ശ്ലോകം സരസ്വതിയെ പറഞ്ഞില്ലേ. അപ്പോൾ എന്താ അറിയോ, പരിശുദ്ധമായ പിന്നെ മനസ്സിലെ ജ്ഞാനം ഉദിക്കുള്ളൂ. അപ്പോൾ മഹാലക്ഷ്മി നല്ല ദൈവീ സമ്പത്തവും ഐശ്വര്യവും നൽകി മനസ്സിനെ പരിശുദ്ധമാക്കിയപ്പോൾ അങ്ങനത്തെ പരിശുദ്ധമായ മനസ്സിൽ സരസ്വതി ജ്ഞാനം നൽകി നമ്മളെ പിന്നെ മോക്ഷത്തിലേക്ക് നയിക്കും. അതാണ് ആത്മജ്ഞാനം. സരസ്വതി ആത്മജ്ഞാനം നൽകും, പരിശുദ്ധമായ മനസ്സിലേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് മഹാകാളിയായിട്ടും മഹാലക്ഷ്മിയായിട്ടും, അതായത് മഹാകാളി ഒക്കെ നീക്കി മഹാലക്ഷ്മി പരിശുദ്ധമാക്കി, സരസ്വതി ആ പരിശുദ്ധമായ മനസ്സിൽ ജ്ഞാനം നൽകി അനുഗ്രഹിക്കും. അതാണ് ഇങ്ങനെ 3 തരത്തിൽ ഭഗവതിയെ പിന്നെ ധ്യാനിക്കണേൻ്റെ ഒരു ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം. അതുകൊണ്ടാണ് ധ്യാന ശ്ലോകത്തിൽ അത് 3 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് ഈ മധുകേടഭന്മാരുടെ വധാണ് 1-ാം അധ്യായത്തിലെന്ന് പറഞ്ഞുവല്ലോ, അതിലേക്ക് നമുക്ക് പിന്നെ അടുത്ത അതായത് ഇതൊരു ഞാൻ ദേവീമഹാത്മ്യത്തെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പിന്നെ ആദ്യത്തെ അധ്യായമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ കഥ അങ്ങനെ നമുക്ക് പിന്നെ ഫോളോ ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ശ്ലോകങ്ങളാണ്, അനുഷ്ഠുപ്പാണ്. അപ്പോൾ പിന്നെ വായിക്കാനും കുറച്ച് മനസ്സിലാക്കാനും ഒക്കെ വളരെ പിന്നെ നമ്മൾക്ക് എളുപ്പമുള്ള ഒരിതാണ്. കുറേ യുദ്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിനെയൊക്കെ നമ്മളൊരു എന്താ പറയുക, ഒരു വയലൻസായിട്ട് കണക്കാക്കാതെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉള്ള ഒരു യുദ്ധമാണത്. അല്ലാതെ അത് ദിവസേന നമ്മുടെ മനസ്സിൽ നടക്കണമുണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ചീത്ത വിചാരം വരുമ്പോൾ നമ്മളതിനെ അത് ശരിയല്ല, ഞാൻ അങ്ങനെ വിചാരിക്കരുതെന്നൊക്കെ പറയുമല്ലോ. അതുതന്നെയാണ് ദൈവിക ശക്തി. നമ്മൾ തന്നെ നമുക്ക് തന്നെ തോന്നും ഞാൻ ചെയ്യാൻ പാടില്ല, അതാണ് ദൈവിക ശക്തി. അപ്പോൾ അതാണ് ഭഗവതി എന്ന് നമ്മൾ വിചാരിച്ചാൽ പിന്നെ ഈ യുദ്ധമൊന്നും നമ്മളെ അത്ര ബോധറിയില്ല. പലരും പറയാറുണ്ട് എന്താണ് യുദ്ധത്തിൻ്റെ എന്ന്, എനിക്ക് എപ്പോഴും ഇങ്ങനെ യുദ്ധം വായിക്കാൻ വയ്യ. പിന്നെ ശരിയാണ്, അങ്ങനെ വിചാരിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പലരും അങ്ങനെ ചെയ്യും, സ്തുതി മാത്രമേ വായിക്കുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടേ. നല്ല 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 സ്തുതികളുണ്ട്. ഏതായാലും നമുക്ക് ആ ഒരു നമ്മുടെ മനസ്സിൽ തന്നെ ശത്രുക്കളെയാണെന്നുള്ള വിചാരത്തോടു കൂടി നമുക്ക് അടുത്ത ദിവസം ദൈവമഹാത്മ്യത്തിലേക്ക് കടക്കാം. ഭഗവതിയും ഗുരുവായൂരപ്പനും എല്ലാ ദേവന്മാരും ദേവികളും നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.